എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേത് മാത്രമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 18 മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ അത് മുഴുവൻ നൽകും എന്നായിരുന്നു നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിപ്പ് തുടരുകയാണ്. കുടിശ്ശികയെല്ലാം തീർന്നതിന് ശേഷം ഈ മാർച്ച് മാസത്തിലാണ് ആദ്യമായി ക്ഷേമ പെൻഷൻ ഇത്രയും താമസിക്കുന്നത്. സാധാരണഗതിയിൽ 25ഓ 26ഓ തീയതികളിലെങ്കിലും വിതരണം തുടങ്ങാറുണ്ട്. പക്ഷേ ഈ മാസം മാർച്ച് 25-ന് പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും പറഞ്ഞ വാക്ക് സർക്കാർ പാലിക്കാതെ അത് മനഃപൂർവ്വം മാറ്റിവെച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച 24-ാം തീയതി 3700 കോടി രൂപയാണ് കടമെടുത്തത്. പെൻഷൻ വിതരണത്തിന് ആവശ്യമുള്ള തുക സർക്കാരിന്റെ പക്കൽ ഉണ്ടായിരിക്കെ പെൻഷൻ വിതരണം നീട്ടിവെച്ചതിന് പിന്നിൽ ഇലക്ഷനാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. 31-ാം തീയതി ഏപ്രിൽ മാസത്തെ പെൻഷനോടൊപ്പം 2 മാസത്തെ 4000 രൂപ വിതരണം ആരംഭിക്കാനാണ് സർക്കാർ ഈ തീരുമാനത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് വിവരം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ പ്രത്യക്ഷത്തിൽ ഉണ്ടാകില്ല എങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം അതൊരു വോട്ടായി മാറ്റാൻ കഴിയും എന്നുള്ളത് സർക്കാർ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ 90% സഹകരണ സംഘം ജീവനക്കാരും ഇടതുപക്ഷ അനുഭാവികളായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കയ്യിൽ ക്ഷേമ പെൻഷൻ വിതരണം വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതും ഭരണപക്ഷം വിലയിരുത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്ഷേമ പെൻഷൻ 4 ദിവസം താമസിപ്പിച്ചത്. 2000 രൂപ 25-ന് തന്നെ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിൽ അത് 9-ാം തീയതി ആകുമ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 4000 രൂപ 1-ാം തീയതിക്ക് ശേഷം, അതായത് ബാങ്കിലെത്തുമ്പോൾ ബാങ്കിൽ 30-ാം തീയതി മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. 30-ാം തീയതി വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് വിതരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. 2 തവണകളായിട്ട് 2000 രൂപ ക്രെഡിറ്റ് ആകും എന്നാണ് കരുതുന്നത്. 31-ാം തീയതി ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തുന്നതാണ്. അതിനുശേഷം കയ്യിൽ വിതരണം ആരംഭിക്കാൻ 2-ാം തീയതിയെങ്കിലും ആകും. താമസിപ്പിക്കാൻ വീണ്ടും സാധ്യതയുണ്ട്. 9-ാം തീയതി ഇലക്ഷൻ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായി പെൻഷൻ വിതരണം ഭൂരിഭാഗം ആളുകൾക്കും പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വലിയൊരു തുക 4000 രൂപ കയ്യിൽ എത്തിയതിന്റെ സന്തോഷം വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്, ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുള്ള ആളുകൾക്കുണ്ടാകും. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് തന്നെയാണ് മനഃപൂർവ്വം ക്ഷേമ പെൻഷൻ താമസിപ്പിച്ചത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന, മരുന്ന് വാങ്ങുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. അവരാണ് ഇതിൽ വലഞ്ഞു പോയത്. നമുക്ക് തന്നെ നിരവധി ആളുകളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവരുടെ 4 ദിവസം തള്ളി നീക്കുക എന്നുള്ളത് വലിയ ദുർഘടമാണ്, വലിയ പ്രയാസമാണ്. ക്ഷേമ പെൻഷൻ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. അത് പറഞ്ഞ സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത് കടുത്ത പ്രയാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ആശ്വാസം 4000 ഒരുമിച്ച് ലഭിക്കുമല്ലോ എന്നുള്ളതാണ്. അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്, അടുത്ത പെൻഷന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത്. മെയ് മാസം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെൻഷൻ തുകയും മുൻകൂറായി സർക്കാർ, പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവും മുൻകൂറായി സർക്കാർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസം. അടുത്ത മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴേക്കും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കും. അതിപ്പോൾ ഈ നിലവിലെ സർക്കാർ തുടരുകയാണ് എങ്കിലും മറ്റൊന്ന് മാറുകയാണ് എങ്കിലും. അപ്പോൾ ഈ സർക്കാരിന്റെ അവസാനത്തെ, അതായത് 2ാം പിണറായി സർക്കാരിന്റെ അവസാന ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അത് ഈ മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 3-ാം തീയതിയും 4-ാം തീയതിയും കയ്യിലും വിതരണം സജീവമാകും എന്നുള്ളതാണ് വിവരം. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട്, ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേതാണ് കുടിശ്ശിക വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല, ചിലവർക്ക് 1 മാത്രമാണ് ലഭിച്ചത് എന്നൊക്കെ കമന്റിൽ കാണാൻ കഴിഞ്ഞു. മുഴുവൻ ലഭിച്ചിട്ടുള്ള 5 മാസത്തെ 8000 ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിർമ്മാണ ഭവന്റെ സംസ്ഥാനതല ഓഫീസിൽ നിന്നും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പണം അയച്ച് അവിടെ നിന്നാണ് ഓരോ ജില്ലയിലെയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ
അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്നത്. അതിൻ്റെതായിട്ടുള്ള താമസമാണ് എന്നാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വിതരണം ആരംഭിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കൾക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. 18 മാസത്തെ കുടിശ്ശികയാണുള്ളത്. അതിലാണ് ഇപ്പോൾ 5 മാസത്തെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.